പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ INL-ഉം തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള BJP-യുടെ നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധമുയരണമെന്നും എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് രാത്രി പ്രതിഷേധിക്കുമെന്നും INL വ്യക്തമാക്കി. AK അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, മുസ്ലിം ലീഗാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേസ് നൽകിയിരിക്കുന്നത്. ഹർജിക്കാരൻ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ. 200-ലധികം ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത്. INL കൂടി ഈ കേസിന്റെ ഭാഗമാവുകയാണ്. എന്താണ് INL വ്യക്തമാക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശം? ബിന്നിലെ INL നേരത്തെയും ഈ കേസുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ആ സമയത്തൊക്കെ ഈ ബില്ല് കോൾഡ് സ്റ്റോറേജിലായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ആ നീക്കങ്ങളുമായി മുന്നോട്ട് പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉടനടി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ BJP ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ INL സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നത്. ദേശീയ നേതൃത്വം ഇപ്പോൾ പ്രധാന അഭിഭാഷകരുമായി തന്നെ കൂടിയാലോചന നടത്തിയെന്നാണ് ഇപ്പോൾ കാസിം ഇരിക്കൂർ വ്യക്തമാക്കുകയും ചെയ്തത്. അടുത്ത ദിവസം തന്നെ INL ഇപ്പോൾ ഈ കേസിൽ കക്ഷി ചേരുമെന്ന് കൂടി പറയുന്നു. പ്രധാനമായും അവർ പറയുന്നത് നേരത്തെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ കോൾഡ് സ്റ്റോറേജിലാക്കിയിരുന്ന ഈ ബില്ലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ പൊടി തട്ടിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്താകമാനം പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. INL-ഉം ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു. ഇന്ന് രാത്രി സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും INL പ്രതിഷേധിക്കും. അതോടൊപ്പം തന്നെ രാജ്യത്താകമാനം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അവർ ഏതായാലും പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് ഈ ഭേദഗതി വന്നാൽ പോലും കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്നുള്ളത് അത് വളരെ ആശ്വാസകരമാണ്. ഇത് എല്ലാവരും സ്വീകരിക്കേണ്ടുന്ന ഒരു മാർഗമായി തന്നെ കാണുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു പൗരത്വ നിയമ ഭേദഗതി വരികയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഇത് ബാധിക്കില്ല എങ്കിൽ പോലും സമീപ ഭാവിയിൽ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദേശങ്ങളടക്കം ജനിക്കുന്ന കുട്ടികളെ പോലും ഇത് ബാധിക്കുമെന്നുള്ള ആശങ്ക കൂടി ഇപ്പോൾ INL-ന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ മുസ്ലിം വിശ്വാസികൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള പൊതുവായ ആശങ്കകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് INL പറയുന്നത്. അതേസമയം തന്നെ മുസ്ലിം ലീഗ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുസ്ലിം പാർട്ടി എന്ന നിലയിൽ, മുസ്ലിങ്ങളുടെ അവിധത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ കൂടി ഇതിൻ്റെ നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടത് INL-നെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്.